in progress. ഓക്കെ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. നമുക്ക് നമ്മുടെ ബാച്ച് 11ന്റെ ഡേ 8 ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, നമുക്ക് കൂളായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നുള്ളത്. എ ഐ ഉപയോഗിച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് നമ്മൾ നോട്ട്ബുക്കിനകത്ത് ചെറുതായിട്ടൊന്ന് കണ്ടു. ഇനി അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വെർഷനാണ് തയ്യാറാക്കുന്നത്. ഇതിന്റെ സാധ്യതകൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യം ഒരു സെമിനാറൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസന്റേഷൻസ് ഉപയോഗിക്കാം. പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. ക്ലാസ് റൂമിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്രസന്റേഷൻസ് തയ്യാറാക്കി നോട്ടുകളായിട്ട് അയച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയം ഓക്കെ. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ടൂളാണ് ഗാമ എ ഐ എന്ന് പറയുന്ന ഒരു എ ഐ ടൂൾ. നമുക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടും, അത് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ഉപയോഗിക്കും. ഗാമ എ ഐ നമുക്ക് ഒരു പുതിയ ഒരു വിൻഡോ ഓപ്പൺ ആക്കി എടുക്കാം. ഒരു ഫ്രഷ് ആയിട്ട് ഒരു വിൻഡോ എടുക്കുക, ഗൂഗിൾ എടുക്കുക, ഗാമ എ ഐ. ഗൂഗിൾ മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്കും ഗാമ എ ഐ എന്ന് കൊടുത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, വെബ്സൈറ്റിൽ തന്നെ ചെയ്യാം. ഗൂഗിൾ എടുക്കുക, ഗാമ GAMMA ഗാമ എ ഐ. ആൽഫ ഗാമ, ആ ഗാമയാണേ. ജി എന്ന് പറഞ്ഞാണ് അവരുടെ ലോഗോ ഇരിക്കുന്നത്. ജി, ഗാമ. ബെസ്റ്റ് എ ഐ പ്രസന്റേഷൻ മേക്കർ. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ കുക്കീസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിലും താഴെയൊക്കെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഫ്രീ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മുടെ ജിമെയിൽ വരും. നമ്മുടെ ജിമെയിൽ നമുക്ക് കിട്ടും. എത്ര പേര് വന്നു? 13 പേര്. വെരി ഗുഡ്. ബാക്കിയുള്ളവർ വരട്ടെ. നമുക്ക് ഗാമ എ ഐ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജിമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ടൈം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അതുകൊണ്ടാണ് ഡയറക്റ്റ് കയറി പോകാറ്. അപ്പൊ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. പൊതുവെ എല്ലാ AI ടൂളുകളും അങ്ങനെയാണല്ലോ. അല്ല, ഫസ്റ്റ് ടൈം അല്ല. ഞാൻ ഇത് വെച്ച് ചെയ്ത കുറച്ച് വർക്കുകൾ എനിക്ക് ഇവിടെ കാണാം. ഓക്കെ, നോ ഇഷ്യൂ. 120 ക്രെഡിറ്റ്സ് എനിക്ക് ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. മതി, മോർ ദാൻ ഇനഫ് ആണ്. നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു, പ്രസന്റേഷൻ തയ്യാറാക്കാനാണ് നമുക്ക് ഈ ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ രസകരമായി കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കാം. സെയിം മെത്തേഡ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇമേജിനെയാണ് കൊണ്ടുവന്നത് അല്ലേ. സീഡ് എന്ന് പറഞ്ഞ ഒരു ഇമേജിനെയാണ് കൊണ്ടുവന്നത്. ആ ഇമേജിനെ കൊടുത്തിട്ട് അത് വെച്ചൊരു പ്രസന്റേഷൻ തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് കൊടുത്താലും നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്ത് നമുക്കൊരു ടോപ്പിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ ടീച്ചേഴ്സ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക, നമ്മുടെ ഗാമയ്ക്കകത്ത് വരണം. അപ്പൊ അതിനകത്ത് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ആ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ആ ബ്ലൂ കളറിൽ കാണും, ബ്ലൂ ബ്ലാക്ക്, അത് ക്ലിക്ക് ചെയ്യും. ഗാമയിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ്, ഒരു കുട്ടിച്ചാത്തന് കൈയൊക്കെ പോയി, ഓൾറെഡി ഹാവ് എക്സിസ്റ്റിംഗ് ഗാമാസ്, യൂസ് എ ടെംപ്ലേറ്റ്. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ ജനറേറ്റ് എന്ന് പറയുന്ന സാധനം, നമുക്ക് പ്രോംപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്. നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ കണ്ടന്റിനെ പേസ്റ്റ് ഇൻ ടെക്സ്റ്റിൽ കൊടുക്കാം. മൂന്നാമത്തെ ടെംപ്ലേറ്റുകൾ, അതിൻ്റെ അകത്ത് കുറെ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റുകളുണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തത് ഇമ്പോർട്ട്
ഫയൽ ഓർ യു ആർ. നമ്മുടെ കയ്യിൽ ഒരു യു ആർ എൽ ഉണ്ടാവും. ഉദാഹരണത്തിന് വെബ്സൈറ്റിലെ കാര്യങ്ങളെയാണ് നമുക്ക് പ്രസന്റേഷൻ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ നമ്മളെ എപ്പോഴും ഷോർട്ടസ്റ്റ്, നമ്മളെ എഫേർട്ട് കുറച്ചായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ നോക്കുക. നമുക്ക് അതിലായിരിക്കും കൂടുതൽ താല്പര്യം. നമുക്ക് കുറച്ച് എഫേർട്ടും പെട്ടെന്ന് റിസൾട്ടും വേണം. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം, അല്ലേ? നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ജനറേറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ്, AI എങ്ങനെ ഇരിക്കും. ആ പ്രോംപ്റ്റ് ഇതായി കാണുന്ന ഡിസ്ക്രൈബ് വാട്ട് യു ലൈക്ക് ടു മേക്ക് എന്ന് പറയുന്ന അവിടെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയാണ്. ആദ്യം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക. 10 കാർഡ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതെന്താണ് 10 കാർഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? 10 കാർഡായിട്ട്, 10 സ്ലൈസുകളായിട്ട്, അല്ലെങ്കിൽ 10 പ്രസന്റേഷൻസ് ആയിട്ട് നമുക്ക് വേണം. 10 എണ്ണം വരെ നമുക്ക് ഫ്രീയിൽ തയ്യാറാക്കാൻ പറ്റും. 10 എണ്ണം പറ്റും, അപ് ടു 10. നമുക്ക് 4 എണ്ണം മതി. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്. നമുക്ക് കണ്ടാൽ മതി എങ്ങനെയാണ് ഔട്ട്പുട്ട്, അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഞാൻ 4 എണ്ണേ കൊടുക്കുന്നു. ആദ്യം പ്രസന്റേഷൻ തന്നിട്ടുണ്ട്, രണ്ടാമത് വെബ് പേജ് ഉണ്ട്, ഡോക്യുമെന്റ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പിന്നെ ഒരു ഗ്രാഫിക്സ് അവസാനം വന്നു. ഈ ഒരു സാധനത്തിനകത്ത് പ്രസന്റേഷനും ഗ്രാഫിക്സും മാത്രമേ ഉപയോഗം. വെബ് പേജ് ഒന്നും നമുക്ക് ആവശ്യം വരില്ല. നമ്മൾ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട സാധനമാണ് വേണ്ടി വരും. പ്രസന്റേഷൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ്, ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇടയ്ക്കുള്ളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത്രയും കൊടുത്ത് ജനറേറ്റ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്ലൈൻ തയ്യാറാക്കി തരും. 4 സ്ലൈഡുകൾ കാണും. 4, 1, 2, 3, 4. ഇതാണ് ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞത്. ഈ കാണിക്കുന്ന 4 സാധനങ്ങൾ നമുക്ക് ഔട്ട്ലൈൻ. എന്തെളുപ്പം ഔട്ട്ലൈൻ നമ്മൾ കണ്ടു. അപ്പോൾ കണ്ടന്റ് മാത്രമല്ല തയ്യാറാക്കി തന്നത്, അതിന്റെ ഒരു ഔട്ട്ലൈനും കൂടെ തയ്യാറാക്കി തന്നു. ഇനി ഇതിനകത്ത് താഴത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് കിട്ടാൻ പോകുന്ന, കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എങ്ങനെ വേണം? മിനിമൽ ആയിട്ടുള്ള വേണോ, കൺസൈസ് ആയിട്ട് വേണോ, ഡീറ്റെയിൽഡ് വേണോ, എക്സ്റ്റെൻസീവ് ആയിട്ട് വേണോ? ചെറിയൊരു തമ്പ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇടുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് തീമാണ്. ഏത് തരം തീമാണ് വേണ്ടത്? ഡാർക്ക് കളർ തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡാർക്ക് കളർ കൊടുക്കാം. ഏതെങ്കിലും 6 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം കൊടുക്കാം. ഇനി ഫോട്ടോസ് തന്നിട്ടുണ്ട്. ഫോട്ടോ ഈ മെത്തേഡിൽ ഒരാള് ഫോട്ടോ കാണുന്നെങ്കിൽ ഫോട്ടോയുടെ മെത്തേഡിൽ വേണോ ഔട്ട്പുട്ട്? സ്റ്റിൽ ലൈഫ് ആയിട്ട് വേണോ? ഈ ചിത്രത്തിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്, അത് കാണുമ്പോൾ അതുപോലെ കിട്ടും. സീൻ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഔട്ട്പുട്ട് വേണം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ AI തന്നെ ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് വേണ്ട മെത്തേഡുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ, പണി തീരും. കൊടുക്കട്ടെ, ജനറേറ്റ് 4 കാർഡ്സ് ജനറേറ്റ് ചെയ്ത് തരും. എന്തെളുപ്പം. ഇപ്പോൾ തയ്യാറാക്കി തുടങ്ങും, വർക്കുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 4 സ്ലൈഡുകൾ തയ്യാറായിട്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ അത് തയ്യാറാക്കി തരും. AI ഫോർ ടീച്ചേഴ്സ്. ഇത് ഞാൻ കൊടുത്ത ഒരു ടോപ്പിക്കാണ് അവർ ഇത് ചെയ്തു തരുന്നത്. നമുക്കൊരു ടെക്സ്റ്റ് ബുക്കാണ്, നമുക്ക് ഇതുപോലെ ഒന്ന് കോൺസൈസ് ചെയ്ത് വളരെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത പോലെ ഇമേജ് ആണ്, അത് കൊടുത്താൽ ഇമേജ് കൊടുത്തിട്ട് അങ്ങനെ തയ്യാറാക്കി തരണം. ഇനി നമുക്ക് കൂടുതൽ പ്രോംപ്റ്റ് വേണമെങ്കിൽ ചാറ്റ് ബോട്ടിന്റെ സഹായം ചോദിക്കാം. ChatGPT പോലുള്ള സാധനങ്ങളുടെ സഹായം ചോദിച്ച് അതിനൊരു ചെറിയ പ്രോംപ്റ്റ് ആയിരിക്കും, അതിനെ ഇവിടെ കൊണ്ടുവരാം. നമുക്ക് അതും കൂടെ നോക്കാം മുന്നോടൊപ്പം. ഇതാണ് ആദ്യത്തെ ഒരു സ്ലൈഡ്. ഇത് രണ്ടാമത്തെ സ്ലൈഡ്. ഇങ്ങനെ ഒരു ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു AI കൊണ്ട് ഇതുപോലുള്ള സാധനം തയ്യാറാക്കിപ്പിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ജസ്റ്റ് ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന എടുക്കുന്നതിന് മുമ്പ്, ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പറയുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഈ പ്രസന്റേഷൻസ് ഒക്കെ അതിനു മുന്നേ തയ്യാറാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. വലിയ വലിയ ബുക്കുകളൊക്കെ എടുക്കണം, റെഫറൻസ് ഒക്കെ തയ്യാറാക്കണം, അത് വെച്ച് ഇമേജുകൾ, മാച്ചിങ് ഇമേജുകൾ കൊണ്ടുവരണം, അങ്ങനെ ഒത്തിരി വർക്കുകളാണ്. ക്ലാസ് റൂമുകളിലെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ തയ്യാറാക്കാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്നാണ്. ഞൊടിയിടയിൽ സംഭവം റെഡി. ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ ചെറിയ തമ്പ് തരുന്നുണ്ട്. ആ തമ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ റോൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ, ഞാൻ ഓലാപ്പ് എന്നുള്ള ടൈപ്പ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കയറ്റി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോട്ടൊക്കെ ആക്കാനും സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുകളിൽ 3 ഡോട്ട് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. എക്സ്പോർട്ട് PDF, എക്സ്പോർട്ട് പവർ പോയിന്റ്, ഇത് രണ്ടും ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. PNG, അഫ്കോഴ്സ് മറ്റേ പിക്ചർ എന്റെ JPG പോലത്തെ മറ്റൊരു ഫോർമാറ്റ് ആണ് PNG. നമുക്ക് പിക്ചർ ബൈ പിക്ചർ ആയിട്ട് കിട്ടും. ഞാൻ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. Two cards have overflow content layouts. ഓക്കെ, ആയിട്ടുണ്ട്. ഡൗൺലോഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ ഓപ്പൺ ആക്കി നോക്കാം. യെസ്, കണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ തയ്യാറാക്കിയെടുക്കുക. അതിനോടൊപ്പം മെയ്ഡ് വിത്ത് ഗാമ എന്ന് പറയുന്ന ആ ഗാമയുടെ എന്തുണ്ട്, ഒരു ലോഗോയും കൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇവിടെ തീർന്നിട്ടില്ല, നമ്മുടെ മേക്കിംഗ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഇപ്പൊ ഇതിനെ ഈ PDF ഉണ്ടല്ലോ, ഈ PDF നമുക്ക് ക്യാൻവയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അവിടെ ഇട്ട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഒന്ന് കാണിച്ചു തരാം. കൂടുതൽ കാര്യങ്ങൾ അവിടെയും നമുക്ക് കൊടുക്കാം. ഇവിടെ കൊടുക്കാം, അവിടെയും കൊടുക്കാം. അപ്പൊ ക്യാൻവ എന്ന് പെട്ടെന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. ക്യാൻവ ഓപ്പൺ ആക്കി നമ്മൾക്ക് കിട്ടിയ റിസൾട്ടിനെ അവിടെ കൊണ്ടുവന്ന് ആ ലോഗോയൊക്കെ ആവശ്യമില്ല എങ്കിൽ ഒഴിവാക്കാം. കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യാം. ടൈം എടുക്കും. നമുക്ക് ഒരിക്കൽ കൂടെ ഒരെണ്ണം കൂടെ തയ്യാറാക്കാം. ലേറ്റായി കുറച്ച് പേര് വന്നല്ലോ, അവർക്ക് വേണ്ടി ഒരു തവണ കൂടെ തയ്യാറാക്കാം. ജാമയിലും വരട്ടെ, ക്യാൻവയിലൊന്ന്. നമ്മൾ ഇന്ന് 2 ടാസ്ക്കാണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഒരു ഹാഫ് നമുക്ക് ഇത് പ്രസന്റേഷൻസ് തയ്യാറാക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, AI സഹായത്താൽ മ്യൂസിക് തയ്യാറാക്കാനായിട്ട്. രണ്ടും വലിയ എഫർട്ട് ഇല്ലാതെ നമ്മൾ കൂളായിട്ട് ചെയ്യണം പരിപാടികളാണ് രണ്ടും. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എങ്കിൽ ഇങ്ങനെ പറ്റും. അത് വലിയ സംഭവമല്ല, ജസ്റ്റ് ആ ഗാമയുടെ ലോഗോ കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡാറ്റ കൂടുതൽ ആഡ് ചെയ്യാനുള്ളത് കൂടെ തന്നെ ആഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്ത് ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ. എക്സ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. നമുക്ക് വേണ്ട ഫോർമാറ്റ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള PDF ആണ്, അതുകൊണ്ടാണ് ഞാൻ PDF പറഞ്ഞത്. നമുക്ക് പവർ പോയിന്റിന് വേണ്ടുന്ന രീതിയിലുള്ള ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ PPT ആയിട്ട് നമുക്ക് കിട്ടും. അതിനെ കൊണ്ട് ലാപ്ടോപ്പിൽ ഉപയോഗിക്കാൻ എളുപ്പം.
മൊബൈലിലും ഒക്കെ ചെയ്യാം. മൊബൈലിൽ നിന്ന് പ്രൊജക്ടറിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ പറയാം. ഗാമ. നമ്മൾ ഗാമ എന്ന് പറയുന്ന ഒരു ടൂളാണ് പരിചയപ്പെട്ടത്. ഗാമ എടുക്കുന്നത് ഗൂഗിളിൽ ഗാമ എ ഐ എന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. ഗൂഗിൾ എടുത്തിട്ട് ഗാമ എ ഐ, ഗാമ എ ഐ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഗാമയുടെ ഇന്റർഫേസ് ആണ് വരുന്നത്. ഞാൻ മുന്നേ ചെയ്ത എല്ലാ വർക്കുകളും ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാം. പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷനാണ്. അതുവഴി നമുക്ക് പേസ്റ്റ് ചെയ്തിടാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും പറയാം. നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാണിച്ചു തന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചാറ്റ് ജി പി ടി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത് കൂടെ ഒന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനകരമായി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക്, അതിൻ്റെ ഒരു ഇമേജ് എടുക്കുകയാണ്. നമ്മൾ ഫോട്ടോ എടുത്ത്, ഓക്കെ, ഫോട്ടോ എടുത്തു. കഴിഞ്ഞ ദിവസം നോക്കിയ അതേ സെയിം ടോപ്പിക്, സീഡിന്റെ ജെർമിനേഷൻ. ഐ നീഡ് ടു ക്രിയേറ്റ്, എനിക്ക് ഒരു 5 സ്ലൈഡ് വരുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണം. ഐ നീഡ് ടു ക്രിയേറ്റ് എ പവർ പോയിന്റ് presentation. Using Gamma AI. Topic is life inside the seed എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എനിക്ക് ആ ഇമേജ് നിന്ന് കിട്ടിയതാണ് ഈ ലൈഫ് ഇൻസൈഡ് ദ സീഡ് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞ ഐ നീഡ് ക്രിയേറ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസിങ് ഗാമ എ ഐ. ടോപ്പിക് ഈസ് ലൈഫ് ഇൻസൈഡ് സീഡ്. ദെൻ ഐ നീഡ് എത്ര സ്ലൈഡ് വേണമെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ അതിപ്പോൾ ഇവിടെ തയ്യാറാക്കി കിട്ടും. ഐ നീഡ് ടോട്ടൽ 4 സ്ലൈഡ്സ്. അപ്പൊ അത്രയും സ്ലൈഡ്സ് ഇവിടെ തന്നെ തയ്യാറാക്കി തരാം. അതായത് അതിന്റെ കണ്ടന്റ്, സ്ലൈഡ് എന്ന് ഉദ്ദേശിച്ച കണ്ടന്റ് ആണേ. ഇതിപ്പോ ആദ്യത്തെ സ്ലൈഡ് 1, ഇങ്ങനെ ഒരു എല്ലാ സ്ലൈഡുകളുടെ കണ്ടന്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ആരുടെ സഹായത്താൽ തയ്യാറാക്കി? കണ്ടന്റ് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ തയ്യാറാക്കി. എന്നിട്ട് അവിടെ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യാം. 4 എണ്ണമാണുള്ളത്. ഒരിക്കലും പറയട്ടെ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിക്ചർ ഏത് പാഠഭാഗം ആയിക്കോട്ടെ, ആ പാഠഭാഗത്തിന്റെ സ്ലൈഡുകളാക്കി തരാൻ വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടിയോടോ ജെമിനിയോടോ നമ്മൾ ആവശ്യപ്പെടും. അപ്പൊ ഇതിനകത്ത് തന്നെ സ്ലൈഡുകളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, കിട്ടി. സ്ലൈഡുകളായിട്ട് കിട്ടിയല്ലോ. അതിനെ ഞാൻ കോപ്പി എടുത്തു. ആ കിട്ടിയ കണ്ടന്റിനെ എന്നോട് കോപ്പി എടുക്കുകയാണ്. അത് എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം? ഈ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത് കാണും. നമ്മൾ ആദ്യം ചെയ്തത് ജനറേറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ കുറച്ച് പ്രോംപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു, അല്ലേ? AI ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സെർച്ച് പ്രോംപ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ജനറേറ്റ് ഓപ്ഷനിൽ കൊടുത്ത് നമ്മൾ എടുത്തു. ഇപ്പൊ സ്പെസിഫിക്കലി കുറച്ച് കണ്ടന്റ്, നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് ബേസ് ചെയ്ത് തന്നെ എനിക്ക് പ്രസന്റേഷൻ തയ്യാറാക്കാം. അപ്പൊ അത് വെച്ച് ഞാൻ എന്ത് ചെയ്തു? ചാറ്റ് ജി പി ടി കൊണ്ട് തയ്യാറാക്കിച്ചു, കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു.
അപ്പൊ ഇനി അടുത്ത് എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് അറിയണമല്ലോ. എവിടെ പേസ്റ്റ് ചെയ്യും? ഈ കാണുന്ന പേസ്റ്റ് ഏരിയയിൽ പേസ്റ്റ് ചെയ്യും. അത് കറക്റ്റ് ക്ലിക്ക് ചെയ്തോ. നമ്മളിങ്ങനെ ഒരുമിച്ച് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് 4 സ്ലൈഡിൽ തയ്യാറാക്കി തരും. ഇനി ഇവിടെ ജനറേറ്റ് ഫ്രം നോട്ട്സ് ഫോർ ആൻ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ, അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിട്ടുള്ള നോട്ട് വെച്ചിട്ട് ഇവിടെ തയ്യാറാക്കാം. കണ്ടിന്യൂ ടു പ്രോംപ്റ്റ് എഡിറ്റർ ഇവിടെ കൊടുക്കും. സമ്മറൈസ് ഒക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന സാധനമാണ്. നമുക്ക് അത് സമ്മറൈസ് ചെയ്യിക്കണ്ടല്ലോ. ഞാൻ നേരത്തെ കൊടുത്തതിന്റെ മറ്റൊരു ഫോർമാറ്റ് ഇവിടെ കാണാം. കണ്ടോ? നിങ്ങൾക്ക് കണ്ട ഓർമ്മ കാണുമായിരിക്കും. മിനിമല്, കോൺസൈസ്, ഡീറ്റെയിൽഡ്, എക്സ്റ്റെൻസീവ്, ഏതാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുക. റൈറ്റ് ടു, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഭാഗമൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഏത് തീമാണ്? നേരത്തെ ഒരു ലൈറ്റ് തീമാണ്, ഡാർക്ക് തീമാണ് കൊടുക്കുക. അപ്പം ലൈറ്റ് തീം കൊടുക്കും. ഫോട്ടോ ഏത് മെത്തേഡിൽ വേണം? ഞാൻ ഇത്തവണ സീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആവശ്യപ്പെടുകയാണ്. 106 ക്രെഡിറ്റ് എനിക്ക് റിമൈനിങ് ഉണ്ട്. 4 സ്ലൈഡേ ഉള്ളൂ. എല്ലാ ഓപ്ഷൻ എല്ലാം ഞാൻ കൊടുക്കും. ഇനി ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് 4 സ്ലൈഡുകൾ തയ്യാറാക്കി തരും. കണ്ടന്റ് തവണ ഞാൻ കൊടുത്തു. ആദ്യത്തെ തവണ കണ്ടന്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് തയ്യാറാക്കിച്ചു, ഈ AI കൊണ്ട് തയ്യാറാക്കിപ്പിച്ചു. ഇത്തവണ ഞാൻ കണ്ടന്റുമായിട്ടാണ് വന്നത്. എന്നിട്ട് ആ കണ്ടന്റിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഒന്ന്, രണ്ട്, നിങ്ങളുടെ ഡൗട്ട് ചോദിക്കേണ്ട സമയമാണേ. പെട്ടെന്ന് ചോദിക്കണേ. ടീച്ചേഴ്സ് 15 പേരുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാതെയോ സ്പീഡ് കൂടിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ പറഞ്ഞ് എളുപ്പമുണ്ടായിരുന്നു. നാല് സ്ലൈഡുകൾ, നാലാമത്തെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലും ഫോണിലും ഇട്ടൊക്കെ മാറ്റാം. പ്ലാനൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് താല്പര്യമില്ലല്ലോ പ്ലാൻ ചെയ്ത്. 400 രൂപയുടെയും 950 ഒക്കെ പ്ലാനാണ്. ഇനി എല്ലാം ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ടേ. ഇവിടെ ഡൗൺലോഡ് ഇതിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് തന്നെ സംഭവം തയ്യാറാക്കി തന്നു. ഓക്കെ ടീച്ചേഴ്സ്, നമ്മളൊരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിയർ ടീച്ചേഴ്സ്, ആരുമില്ലേ സംശയങ്ങൾ? സൗമ്യ ടീച്ചർ, സഞ്ജു ടീച്ചർ, പത്മ ടീച്ചർ, ലിൻസി ടീച്ചർ, നമ്മുടെ ഒരു മാഷ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് സ്ഥിരം എന്തെങ്കിലും പറയുന്നത്. ഇല്ലേ, സാർ വന്നില്ലേ?
ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറയൂ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ എന്നോട് സ്വയം സംസാരിച്ചതാണോ? കേൾക്കുന്നുണ്ട്. ആ, പറയുന്നത് സാർ മനസ്സിലായോ ഇത് ഇപ്പൊ? കഴിയുമ്പോ ആ, ഫോണിൽ കൂടി ചെയ്ത് കാണിക്കില്ല, ഫോണില് എടുക്കണത്. ഫോണിൽ. ഓ, ഫോണിൽ കാണിക്കാം, കുഴപ്പമില്ല. ഉം. കൂടുതൽ ഫോണാ യൂസ് ചെയ്യണേ. ഓ, ഇതിലും സെയിം തന്നെയല്ലോ ടീച്ചർ. ഫോണിൽ നമ്മൾ ഈ വെബ്സൈറ്റ് എടുത്താണ് ചെയ്യേണ്ടത്, ഗാമയുടെ വെബ്സൈറ്റ് എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ സെയിം ഇന്റർഫേസ് ആയിരിക്കും. ഒരിക്കലും പറയാം, നോ ഇഷ്യൂ, ചെയ്യാം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സെയിം തന്നെയാണ് ഈ കാണിക്കുന്നില്ല കേട്ടാ. വ്യത്യാസമുണ്ടോ? അല്ല, സെയിം തന്നെയാണെങ്കിൽ ഫോണിൽ കാണിക്കണ്ട. ആ, സെയിം തന്നെയാണ്, ഫോണിൽ വ്യത്യാസമില്ല. കാരണം ആ, വെബ്സൈറ്റിലാണ് നമ്മൾ കാണുക. ഈ കാണുന്നില്ലേ, ഓക്കെ. സെയിം സാധനം തന്നെ. ഓക്കെ. ടീച്ചേഴ്സ്, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കേണ്ടതുണ്ട്. ഇതിന്റെ സംശയം ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്തതിലോട്ട് കിടക്കാൻ. എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഈ പ്രസന്റേഷൻ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലാസ് റൂം സാധ്യതകൾ. ഇതിനകത്ത് കുറച്ച് ക്ലാസ് റൂം ക്ലാസ് റൂം സാധ്യതകൾ ഒത്തിരി ഉണ്ട്. കിട്ടും. ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇനി വരുന്ന കാലഘട്ടത്തൊക്കെ ഇങ്ങനെ പ്രസന്റേഷനും കൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആയിരിക്കും. അങ്ങനത്തെ റൂൾസ് ഒക്കെ വരുമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇത് പ്രയോജനകരമാണോ അല്ലയോ? മെസ്സേജ് അയച്ചാലും മതി, പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സാറ് കണ്ടിന്യൂ ചെയ്യും സാറ്. ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്തത് കുറച്ച് രസകരമായ ഒരു പരിപാടിയാണ്. എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും അല്ലേ? അപ്പോ പാട്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കാം, AI സഹായത്താൽ. അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ ആദ്യം ഒരു പാഠഭാഗം തന്നെ എടുക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എടുത്ത് അതിനെ നമ്മൾ മ്യൂസിക് ആക്കി മാറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഡോക്യുമെന്റ്സ് എടുത്ത് അതിനകത്ത് എവിടെയായിരുന്നു സ്കൂൾ ടെക്സ്റ്റ്, ക്ലാസിന്റെ മലയാളം എടുക്കാം. മലയാളമായിരിക്കുമല്ലോ. ഞാനൊരു മൈക്കിൾ ചേട്ടനെയാണ് അതെ, സൈക്കിള് ചവിട്ടാം. മൈക്കിൾ ചേട്ട സൈക്കിള് വേണം, അത് നല്ല രസമുള്ള സാധനമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സാധനങ്ങൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ അടിക്കുന്ന സാധനം വേറെയാണ്, നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ കാണുന്ന ടെക്സ്റ്റ് വേറെയാണ്. യൂണീകോഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, എങ്ങടാ മോനെ, ഇത്രയും സാധനമുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ നമ്മുടെ AI കൊണ്ട് ടെക്സ്റ്റ് ആക്കി മാറ്റും. ഓക്കെ, എന്റെ സ്ക്രീൻഷോട്ട് ആയിക്കഴിഞ്ഞു. ഞാൻ അതിന് വേണ്ടി AI ആക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT സഹായം തേടും. ചാറ്റ് GPT ആ ഒരു വരി, മൈക്കിൾ ചേട്ടാ എന്നുള്ള വരിനെ ടെക്സ്റ്റ് ആക്കി ഇപ്പം മാറ്റും. ഇമേജ് ടു ടെക്സ്റ്റ്. നമ്മൾ മുന്നേ ക്ലാസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് Day 2 പഠിച്ചതാണ് ഇമേജിനെ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഒരു ടെക്നിക്ക്. അതേ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ മൈക്കിൾ ചേട്ടാ എന്നുള്ള ഈ ഒരു രസകരമായ വരികളെ നമ്മളിപ്പോൾ മ്യൂസിക്കിലേക്ക് മാറ്റാൻ പോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടണം. മൈക്കിള് പേട്ടാം എന്ന് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. മൈക്കിള് പേട്ടാം, എങ്ങോട്ടാ മോനി, ചന്ദ്രനിലേക്ക് എന്തിനാ. അപ്പോൾ അങ്ങനെ തെറ്റായി വന്നതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നില്ല. നമ്മുടെ രണ്ടാമത്തെ AI ടൂളായിട്ടുള്ള ജെമിനിയെ പിടിച്ചിട്ട് ജെമിനി കൊണ്ട് ചെയ്യിക്കും.
നമ്മുടെ കയ്യിൽ ലിറിക്സ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ലിറിക്സ് നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാം. നമുക്ക് കൈ കൊണ്ട് ടൈപ്പ് ചെയ്യാം, സംസാരിച്ച് കൊണ്ടുവരാം. അങ്ങനെ സമയം കുറവുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കും. അങ്ങനെ ഈ ഞാൻ പേസ്റ്റ് ചെയ്ത് നമ്മൾ ആ PDF എന്ന് നമ്മൾ എടുത്ത ഫോട്ടോ എടുത്തില്ലേ, പ്രിന്റ് സ്ക്രീൻ. സൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം, എങ്ങടോ എങ്ങടോ മോനെ. വീണ്ടും ഞാൻ പരാജയമാണ്, പരാജയപ്പെട്ടു. ഒരു തവണ കൂടെ പ്രിന്റ് സ്ക്രീൻ എടുക്കുകയാണ്. ആ പാഠഭാഗം വന്നത് എവിടെയായിരിക്കും? ഒരിക്കൽ കൂടെ പ്രിന്റ് സ്ക്രീൻ എടുക്കുകയാണ്. പുതിയൊരു ടാബ്. ഏത് വിധേനയും നമുക്കതൊരു നല്ല റിസൾട്ട് കിട്ടണം. ഐ നീഡ് ഇമേജ് ടു ടെക്സ്റ്റ് 100. അയ്യോ, ഒരു ചെറിയ കാര്യത്തിനാണ് ഇത്രയും സമയം എടുക്കണം. അപ്പര് തെറ്റാ. അതും തെറ്റാ. അത് തെറ്റ്. അതെന്ത് വെച്ച് ഈ സാധാരണ ഗൂഗിൾ ഇതില് ലെൻസ്, സാറ് ഗൂഗിൾ ഗൂഗിൾ ലെൻസ് എടുക്കുക. ലെൻസില് ലെൻസ് ചെയ്യാൻ എടുക്കുക. ആ യെസ് യെസ് ആ യെസ്, ലെൻസ് അതായിരിക്കും ചെയ്യാം. അതായിരിക്കും നല്ല, അതായിരിക്കും നല്ല. google.com കൊടുത്തിട്ട് ഗൂഗിൾ ലെൻസ്, അതായിരിക്കും നല്ല. നമ്മളെ കയ്യിലാ ഇല്ലാത്ത ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. ഫോൺ തന്നെ അവിടെ നല്ലതല്ലേ. ഗൂഗിൾ ലെൻസ്. ഈ വരികൾ ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ. ആ ആ ആ, ഇവിടെ വന്നു, ഇവിടെ വന്നു. മൈക്കിള് ചേട്ടാ, യെസ്, ടീച്ചർ പറഞ്ഞത് ഇവിടെ ഉപയോഗപ്പെട്ടു. മൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം, എങ്ങോടാ മോനെ, ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ, നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ. ഓക്കെ, പക്ക. താങ്ക് യു, താങ്ക് യു. നമ്മളിതിനെ എടുത്തു. ഇത്രയേ ഉള്ളൂ, ഇത്രയും കിട്ടിയത്. അപ്പൊ നമുക്ക് തെറ്റ് കൂടാതെ ആ വരികൾ അത്രയും കിട്ടി. ഇനി നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മുടെ ജെമിനി. ജെമിനി എടുക്കുക, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ചാറ്റ് എടുക്കുക, ന്യൂ ചാറ്റ് എടുത്ത് വയ്ക്കുക. ജെമിനി ഓപ്പൺ ആക്കിയിട്ട് ന്യൂ ചാറ്റ് എടുത്ത് അതിനകത്ത് മ്യൂസിക് ആക്കി തരിക എന്നുള്ളതാണ്. ഐ നീഡ് മ്യൂസിക്. എന്നിട്ട് ഇത്രയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊണ്ടുവന്ന ടെക്സ്റ്റിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഐ നീഡ് മ്യൂസിക് എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടെ കൊടുക്കുകയാണേ. പിന്നെ ഇടയിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ വന്നു. ഒരിക്കൽ കൂടെ സെയിം പ്രോംപ്റ്റ്. നമ്മൾ മ്യൂസിക് ആക്കാൻ വേണ്ടി രണ്ട് ടൂളുകൾ പഠിക്കും. അതിലൊന്ന് ഇതാണ്, നമ്മുടെ ജെമിനി. ജെമിനി ഉപയോഗിച്ച് നമ്മൾ വേറെ ഇടയ്ക്കൊന്ന് ഡയറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് മ്യൂസിക് എന്ന് മാത്രമേ കൊടുത്തു. 30 സെക്കൻഡിന്റെ ട്രാക്കാണ് തയ്യാറാക്കി തരുന്നത്.
നമ്മൾ മറ്റൊരു ടൂളും കൂടെ പഠിക്കും. സുനോ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, അത് പഠിക്കും. ഇനി ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ നമ്മൾ കൈകൊണ്ട് തയ്യാറാക്കിയ കവിതകളൊക്കെ നമുക്ക് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ജെമിനി എടുത്ത് പറഞ്ഞാൽ 30 സെക്കൻഡ് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. അത് നമ്മൾ വീണ്ടും കഴിഞ്ഞു, തയ്യാറായി കിട്ടേ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവു കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ. അത്രയും. ടയറില്ല മോനെ എടുത്തില്ല, അപ്പോഴും 30 സെക്കൻഡ് ആയി കാണും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. MP3 ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് VN പോലുള്ള വീഡിയോ എഡിറ്റിംഗ് ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ എന്ത് ചെയ്യാം, ഈ MP3 കൊണ്ടിട്ടിട്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളൊക്കെ നമുക്ക് AI കൊണ്ട് തയ്യാറാക്കാം. അകത്ത് അങ്ങനെ പ്ലേസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക്കിലാണ്. വളരെ എളുപ്പമാണ്. നമുക്കിത് സെയിം മറ്റൊരു മ്യൂസിക് സുനോ എന്ന് പറയുന്ന ടൂൾ പരിചയപ്പെട്ടിട്ട് അതിനകത്ത് ചെയ്യാം. സുനോ AI. സുനോ AI നമ്മുടെ കൈവാക്കിലുള്ള ഒരു സാധനമാണ് ജെമിനി അല്ലേ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ്. അതിൽ വളരെ ക്രിയേറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ ടോൺ കൊടുത്താൽ മതി, പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് തയ്യാറാക്കി തരും. അതുപോലെ മറ്റൊരു ടൂളാണ് സുനോ. സുനോയ്ക്കും ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ടൂളാണ്. അതിനകത്ത് നമുക്ക് ഇത് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാം. സുനോ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. സുനോയ്ക്കകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ മെനുവിൽ കാണിക്കും. ക്രിയേറ്റിനകത്ത് ലിറിക്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്താൽ മതി. കാക്കരി പൂക്കരിയൊക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. സോങ് ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് പേസ്റ്റ് ചെയ്തു, ക്രിയേറ്റ് കൊടുക്കും. പിള്ളേരെ കയ്യിലെടുക്കാൻ എന്തുമാത്രം തന്ത്രങ്ങളാണ് ഉള്ളതെന്നോ. ആയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ 11 ലാബ്സിൽ പഠിച്ചത് എന്തായിരുന്നു? സാധാരണ സംഭാഷണ രീതിയിലുള്ള അല്ലേ, ഇത് മ്യൂസിക് ആണ്. നമ്മൾ ഇന്നത്തെ ദിവസം നോക്കി, നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിനെ ഓഡിയോ ആക്കി മാറ്റുന്നതാണ്. ഇന്ന് നമ്മളതിനെ മ്യൂസിക് ആക്കി മാറ്റിയാണ് പഠിച്ചത്. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവു കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ, ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ. മോനെ ചിറകുണ്ട് ചേട്ടാ, പക്കരില മോനെ ചിറകുണ്ട് ചേട്ടാ, അമ്മുകളിൽ പോകാം മധുരം തിന്നാം, നിലവും ചിരിക്കും നമ്മളും കൂടാ.
ഓക്കെ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് MP3 മ്യൂസിക് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇപ്പൊ ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നമുക്കിതിന്റെ എന്താണ് റൈറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. നമ്മളിത് കച്ചവടപരമായിട്ട് ഉപയോഗിക്കുന്നതല്ലല്ലോ, കുട്ടികൾക്ക് കൊടുക്കാനല്ല. അപ്പൊ നമുക്ക് ഡൗൺലോഡ് എനിവേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ പാട്ട് ഡൗൺലോഡ് ആയി വന്നു. ടീച്ചേഴ്സ് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ട് ഉണ്ടായത്. സുനോ എന്ന് പറയുന്ന ടൂള് നമ്മൾ മനസ്സിലാക്കി. അതിനോടൊപ്പം ജെമിനിക്കകത്ത് സാധാരണ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് ഒരു മ്യൂസിക് നമ്മുടെ കയ്യിലുള്ള ഒരു ടെക്സ്റ്റിനെ മ്യൂസിക്കായിട്ട് മാറ്റി. ഇനി അടുത്ത ക്ലാസ് വരുന്നത് അടുത്ത ചൊവ്വാഴ്ച. നമ്മൾ അന്ന് ടീച്ചിങ് മാനുവൽ, പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ആ ദിവസം പഠിക്കുക. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് 10ാമത്തെ ഡേ 10ൽ നമ്മൾ സമഗ്രയിൽ എങ്ങനെ ആ ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. ടീച്ചേഴ്സ് സംശയങ്ങളായിട്ടൊന്നും വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു അല്ലേ? എളുപ്പമാണല്ലോ. ഒരു മൈക്ക് എടുക്കൂ. ടീച്ചേഴ്സ് പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? സുനോ എയിൽ നമ്മൾ പ്രോംപ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ, ജസ്റ്റ് ആ സോങ് ഇട്ട് കൊടുത്ത് അത്രേ ഉള്ളത്. സുനോയിൽ പ്രോംപ്റ്റിംഗ് പരിപാടിയൊന്നുമില്ല, ലിറിക്സ് മാത്രം കൊടുക്കാം. ഓക്കെ ഓക്കെ. അവര് പിന്നെ അവിടുത്തെ കൂടുതലും മറ്റേ ബാസൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ, ഹിപ്പ് ഹോപ്പും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ എഫക്റ്റുകളൊക്കെ വരും. കൂടുതൽ വരികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ കൂടുതൽ വരികളൊക്കെ കഴിഞ്ഞിട്ട് അത് പാടത്തുള്ളതല്ല. സുനോയിലായിരിക്കും അല്ലേ? സുനോയിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് എടുക്കാൻ പറ്റൂല. അത് കേട്ട് നോക്കണം. AI ആണല്ലോ, ഉറപ്പായിട്ട് തെറ്റുകൾ വരും. എനിക്ക് തോന്നല്ല അത് ജെമിനിയിൽ അങ്ങനെ വന്നിട്ട്, എനിക്ക് തോന്നണില്ല അല്ലേ? കഴിയുന്ന വല്ലതും വന്നോ ജെമിനിയില്? ടീച്ചർ ജെമിനിയിൽ നിന്ന് അങ്ങനെ കയ്യിൽ നിന്ന് വന്നായിട്ട് അങ്ങനെ വന്നൊന്നും ഇവിടെ കേട്ടോ? ക്രോസ് ചെക്ക് ചെയ്യുന്ന കുഴപ്പമില്ല. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം. എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാ മോനെ നിലാവു കൊള്ളാൻ? ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ. ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ. ഓക്കെ, അത്രയും ഓക്കെയാണ്. ഇതൊരു ഡിവോഷണൽ സോങ്ങിന്റെ ഒരു താളത്തിലാ വന്നത്. നമുക്ക് ഹാൻഡ് ബുക്കിൽ ഒരു താളം പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ് ബുക്കിന്റെ താളം ആ ഒരു ഇതിപ്പോ താളമാണ് നമ്മൾ അങ്ങനെ കൊടുക്കാറ്. കുറെയൊക്കെ അങ്ങനെയൊക്കെ മാറ്റാം. ഇത് ഈ ഐ നീഡ് മ്യൂസിക് എന്ന് മാത്രമല്ലേ ഞാൻ കൊടുത്തുള്ളൂ. അപ്പൊ ആ പ്രോംപ്റ്റില് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു താളം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഈ സെയിം മെത്തേഡിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചു, അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ സെയിം മെത്തേഡിൽ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കാം. എനിക്ക് ശരിയാവില്ലേ? യൂട്യൂബിൽ നിന്ന് ലിങ്ക് കൊടുക്കാം അല്ലെ? യൂട്യൂബ് ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതേപോലത്തെ ഈ സെയിം മെത്തേഡിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും.
യൂട്യൂബ് ലിങ്ക് കൊടുക്കാം, ഡൗൺലോഡ് ചെയ്തിടാം. ഓഡിയോ നമുക്ക് ആ ട്യൂൺ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പാടി ഒരു MP3 ആക്കിയിട്ട് അതിനെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടാ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആ മെത്തേഡിൽ തയ്യാറാക്കി തരാം. ഓക്കെ, നമ്മളൊരു താളം കൊടുത്തിട്ട് അതിൽ ചെയ്തു തരാൻ പറയാം അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പണി പോണ സാധനമാണോ ഇല്ലേ? ആരുടെയൊക്കെ പണി പോണു? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ നിർത്താം. ഇനി 10 മിനിറ്റ് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നിർത്താം. അടുത്ത ആഴ്ച കാണാം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒന്നുമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച കാണാം. വളരെ പ്രധാനപ്പെട്ട 2 ക്ലാസ്സാണ് വരുന്ന അടുത്ത 2 ദിവസങ്ങളിൽ. AI ഉപയോഗിച്ച് വളരെ പെട്ടെന്നും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. Mm-hmm.